പ്രിയ സുഹൃത്തുക്കളെ, ITT സ്കൂളിൻ്റെ ഉബുണ്ടുവിൽ ഗൂഗിൾ ക്രോം നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ മെനുവിൽ വന്നതിന് ശേഷം ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സബ് മെനുവിൽ വന്നാൽ നമുക്കിവിടെ ഫയർഫോക്സും ക്രോമിയം ബ്രൗസർ തുടങ്ങിയ ബ്രൗസറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയർഫോക്സ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഡൗൺലോഡ് ക്രോം ഫോർ ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ഗൂഗിൾ ക്രോമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്കുള്ളതാണ്. അപ്പോൾ ഡൗൺലോഡ് പേജിലേക്ക് പോകാനായിട്ട് ഇവിടെ ഡൗൺലോഡ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഈ പേജിൽ വന്നതിന് ശേഷം ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ക്രോം എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ലൈസൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഫയൽ നമ്മൾ സേവ് ചെയ്യുക. സേവ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോം സ്റ്റേബിൾ കറണ്ട് AMD എന്ന് പറയുന്ന ഡെബ് ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാനിവിടെ ഡെസ്ക്ടോപ്പിലെ ഹോമിൽ നിന്നും ഡൗൺലോഡ് ഫയലിൽ ചെന്ന് നോക്കുകയാണ്. നമുക്കിവിടെ കാണാൻ കഴിയും ഗൂഗിൾ ക്രോം സ്റ്റേബിൾ കറണ്ട് AMD 64 എന്ന് പറയുന്ന ആ ഡെബ് ഫയൽ കാണാൻ കഴിയും. ഞാൻ ഈ ഫയലിന് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രോപ്പർട്ടിയിലേക്ക് വരുന്നു. ഫയൽ പെർമിഷൻ ഇവിടെ എക്സിക്യൂട്ടീവ് പെർമിഷൻ കൊടുക്കുന്നു. അതായത് ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ഡൗൺലോഡ് ഫയൽ നിന്നുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ ടെർമിനൽ ഡൗൺലോഡ് ഫയലിൽ ഓപ്പൺ ആകുന്നത് കാണാൻ കഴിയും. അതായത് ഇപ്പോൾ ഈ ടെർമിനലിൽ നിൽക്കുന്ന ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. ഇനി ഈ പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. sudo സ്പേസ് dpkg സ്പേസ് -i സ്പേസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഗൂഗിൾ ക്രോമിൻ്റെ ഈ ഫയൽ നെയിം, അതായത് പാക്കേജ് നെയിം നമ്മൾ ഒന്ന് കോപ്പി ചെയ്ത്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പാക്കേജ് നെയിം ഒന്ന് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. റീനെയിം കൊടുക്കുന്നു. ഇനി ഈ പേര് ഞാനൊന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ കമാൻഡ് ലൈനിലേക്ക് വരുന്നു. ഈ പാക്കേജ് നെയിം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഫയലിൻ്റെ പേരിൻ്റെ അവസാനമായിട്ട് .deb എന്ന് പറയുന്ന ഫയൽ എക്സ്റ്റൻഷൻ കൂടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ HSL മീഡിയയുടെ അത് ഡെസ്ക്ടോപ്പിൻ്റെ പേരാണ്. ഇനി ഞാൻ അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വിസിബിൾ ആയിരിക്കില്ല. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാൻ കഴിയും. ഗൂഗിൾ ക്രോം ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ മെനുവിലൊന്ന് പോയി നോക്കാം. ഇതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ ആപ്ലിക്കേഷൻ, ഇൻ്റർനെറ്റ്. നമുക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സബ് മെനുവിൽ ഗൂഗിൾ ക്രോം നമുക്ക് കാണാൻ കഴിയും. ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ഗൂഗിൾ ക്രോം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്നുകൂടെ ഡെസ്ക്ടോപ്പിലേക്ക് വരുന്നു. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുക്കുന്നു. അതിനുശേഷം sudo സ്പേസ് dpkg സ്പേസ് -r സ്പേസ് ഗൂഗിൾ ക്രോം സ്റ്റേബിൾ, അതായത് നമ്മുടെ ഈ പാക്കേജിൻ്റെ പേരാണ്. ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോം ഈ കമ്പ്യൂട്ടറിൽ നിന്നും റിമൂവ് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.